UDFും BJPയുമായുള്ള നെക്ക് ടു നെക്ക് പോരാട്ടത്തെ തുടർന്ന് ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് മഞ്ചേശ്വരം. 2011 മുതൽ മഞ്ചേശ്വരം ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നുണ്ട്. 2021 മുതലുള്ള ജനകീയ MLA AK അഷ്റഫാണ് നമുക്കിപ്പം ചേരുന്നത്. ഇത്തവണയും വലിയ വിജയമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF 2001 മഞ്ചേശ്വരത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷം. അതിനേക്കാളും ഒരു വോട്ട് കൂടുതൽ നേടി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ മഞ്ചേശ്വരത്തിൽ ജയിക്കുന്ന ഒരു ഇലക്ഷനാണ് മെയ് 4-ാം തീയതി മഞ്ചേശ്വരത്തെ ജനങ്ങൾ വിധി എഴുതുന്നത്. K. സുരേന്ദ്രൻ വന്നതിന് ശേഷമാണ് 89 വോട്ടിനും 745 വോട്ടിനും BJP പുറകിൽ പോകുന്നത്. അത്രത്തോളം ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു എതിരാളിയാണ് BJP. പക്ഷേ ഇത്തവണ LDF ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമെന്ന് പറയുന്നു. വെല്ലുവിളിയാവോ? ഒരിക്കലുമില്ല. മഞ്ചേശ്വരത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആളുകൾ BJP K. സുരേന്ദ്രൻ ഇപ്പം തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്. സുരേന്ദ്രൻ 5 വർഷത്തിലൊരു പ്രാവശ്യം വരും, പിന്നെ ഞങ്ങളെ തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുന്നത് BJPക്കാരാണ്. 89 വോട്ടിന് തോറ്റ ശേഷം അദ്ദേഹം ഈ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. SDPIക്ക് 8000-ഓളം വോട്ടുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. SDPI ഇത്തവണ ആരെ തുണയ്ക്കുമെന്നത് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് വാങ്ങാനാണോ തീരുമാനം? BJPയെ തോൽപ്പിക്കാൻ മഞ്ചേശ്വരത്തുള്ള മതേതരത്വത്തെ പിന്തുണക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും വോട്ട് വാങ്ങും. മതേതരത്വത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിലെ ആളുകൾ വോട്ട് ചെയ്യണം. വർഗീയത ഒരിക്കലും മഞ്ചേശ്വരത്ത് തലപൊക്കരുത്, BJP അക്കൗണ്ട് തുറക്കരുത്. കഴിഞ്ഞ 5 വർഷം മഞ്ചേശ്വരക്കാരുടെ സുഖത്തിലും ദുഃഖത്തിലും സമരമുഖത്തും വെയിലത്തും മഴയത്തും വികസനത്തിലും കൂടെ നിന്ന് എന്നെ അവർ ഒരിക്കലും കൈവിടാൻ കഴിയില്ല. മഞ്ചേശ്വരം ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിന് കേരളത്തിന് ഈ പ്രാവശ്യം ഒരു മതേതരത്വത്തിന്റെ മെസ്സേജ് നൽകും. വലിയ ആത്മവിശ്വാസത്തിലാണ് മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി AK അഷ്റഫ് ഉള്ളത്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.